അപ്പോൾ വിക്ടേഴ്സ് ക്ലാസ്സിലെ മൂന്നാമത്തെ ഭാഗത്ത് നമ്മൾ ആദ്യം സെറ്റ്സിനെ പല രീതിയിൽ തരംതിരിക്കുന്നത് പഠിച്ചു അല്ലേ. ഫൈനൈറ്റ് എന്നും ഇൻഫിനിറ്റ് എന്നുമായി തരംതിരിച്ചു. പിന്നെ നൾ സെറ്റ് എന്താണെന്ന് പഠിച്ചു അല്ലെ. അങ്ങനെയുള്ള സെറ്റ്സാണ് നൾ സെറ്റ്, സിംഗിൾട്ടൺ സെറ്റ്, ഇങ്ങനെ പല തരത്തിലുള്ള സെറ്റ്സിനെ കുറിച്ച് പഠിച്ചു. ഇനി അടുത്തത് നമ്മൾ പഠിക്കുന്നത് എപ്പോഴാണ് രണ്ട് സെറ്റ്സ് ഈക്വൽ എന്ന് പറയുക. ഓക്കെ, ഈക്വൽ സെറ്റ്സ്. നേരത്തെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, നമ്മളൊരു എക്സാമ്പിൾ ചെയ്തിരുന്നു. സെറ്റ് ബെറ്റർ ഫോമിനെ റോസ്റ്റർ ഫോമിലേക്ക് മാറ്റുന്ന സ്ഥലത്ത് ഇതായിരുന്നു ക്വസ്റ്റ്യൻ. ഇതായിരുന്നു ഒന്ന് അലോയ് എന്നുള്ള വേർഡിലുള്ള വവൽ ലെറ്റേഴ്സിൻ്റെ സെറ്റ്, മറ്റേത് ലോയൽ എന്ന വേർഡിലുള്ള ലെറ്റേഴ്സിൻ്റെ സെറ്റ്. ഒന്ന് എയും ഒന്ന് ബി ആണെങ്കിൽ നമ്മൾ കണ്ടു രണ്ടിലും ഒരേ എലമെൻറ്റ്സ് ആയിരുന്നു. മീൻസ് ആ രണ്ട് സെറ്റ്സും ഈക്വലാണ്. അവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ രണ്ടിലുള്ള എലമെൻറ്റ്സ് സെയിം ആയിരിക്കണം. ടു സെറ്റ്സ് ആർ സെറ്റ് ടു ബി ഈക്വൽ ഇഫ് ദേ കണ്ടെയ്ൻ ദ സെയിം എലമെൻറ്റ്സ്. ഓക്കെ, ഇഫ് എ ആൻഡ് ബി ആർ ടു ഈക്വൽ സെറ്റ്സ് ദെൻ വി റൈറ്റ് സാധാരണ പോലെ ഇങ്ങനെ എഴുതും, എ ഈക്വൽ ടു ബി എന്ന് എഴുതും. അപ്പോൾ രണ്ട് സെറ്റ്സ് ഫൈനൈറ്റ് ആണെങ്കിൽ അത് ഈക്വൽ ആണെന്ന് പറയൽ പ്രയാസമല്ല, കാരണം രണ്ടും റോസ്റ്റർ ഫോമിൽ ഇത് നോക്കിയാൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഇൻഫിനിറ്റ് സെറ്റിൻ്റെ കേസിൽ അത്ര പെട്ടെന്ന് പറയാൻ പറ്റില്ല. നോക്കാം, നമുക്കതിലേക്ക് വരാം. ഇനി അതുപോലെ തന്നെ രണ്ട് സെറ്റ്സിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഈക്വൽ ആണെങ്കിൽ, രണ്ട് സെറ്റ്സിലും ഒരേ എണ്ണം എലമെൻറ്റ്സ് ആണുള്ളെങ്കിൽ അങ്ങനെയുള്ള സെറ്റ്സിനെ നമ്മൾ ഇക്വിവാലൻറ്റ് സെറ്റ്സ് എന്ന് പറയും. ഓക്കെ, അതുപോലെ ഒരു സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിന് ഇങ്ങനെയാണ് എഴുതുക. ഇത് വായിക്കേണ്ടത് എൻ ഓഫ് എ. എ എന്ന സെറ്റിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സിനെ സ്മോൾ ലെറ്റർ എൻ ബ്രാക്കറ്റിൽ എ എഴുതും. വായിക്കേണ്ടത് എൻ ഓഫ് എ അല്ലെങ്കിൽ നമ്പർ ഓഫ് വിച്ച് ഡിനോട്ട്സ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് ഇൻ ദ സെറ്റ് എ. അപ്പം എയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സും ബിയിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സും ഈക്വൽ ആണെങ്കിൽ നമ്മൾ എയും ബിയും ഇക്വിവാലൻറ്റ് സെറ്റ്സ് എന്ന് പറയും. ഓക്കെ, in general we can say two sets are equivalent to each other if the number of elements in both the sets are equal. നമ്മളിപ്പോൾ ഈക്വൽ സെറ്റ്സിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഇനി മറ്റൊരു ഉദാഹരണം പറയാം, ഫൈനൈറ്റ് സെറ്റ് തന്നെ. ചോദ്യം ഇതാണ്, ആർ ദ ഫോളോയിങ് ടു സെറ്റ്സ് ഈക്വൽ? എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എൻ ഓഡ് നാച്ചുറൽ നമ്പർ ബിറ്റ്വീൻ 16 ആൻഡ് 20. ഓക്കെ, അതിൽ നിങ്ങളുടെ നോട്ട്സ് തന്നതിൽ 23 എന്നാണ്, അത് നിങ്ങൾ 20 എന്ന് കറക്റ്റ് ചെയ്യണം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് എ പ്രൈം നമ്പർ ബിറ്റ്വീൻ 15 ആൻഡ് 21. ഓക്കെ, നമുക്ക് നോക്കാം. എ എന്ന് പറയുന്നത് വരിക 16ൻ്റെ 20ൻ്റെ ഇടയ്ക്കുള്ള ഒറ്റ സംഖ്യകൾ ഏതൊക്കെയാണ്? 17, 19 അല്ലേ. ഇനി ബി എന്ന സെറ്റ്സ് 15ൻ്റെ 21ൻ്റെ ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സിനെ കുറിച്ച് നമ്മൾ പല സ്ഥലത്തും പറഞ്ഞു, വിശദീകരിക്കുന്നില്ല. അത് നമുക്ക് കാണാം, അതിലും 17, 19 തന്നെയാണ് വരിക. ശരിക്കും പറഞ്ഞാൽ ഇവിടെ എയും ബിയും ഈക്വലാണ്. ഓക്കെ, ഇപ്പോൾ രണ്ട് സെറ്റ്സ് ഫൈനൈറ്റ് ആണോ, രണ്ട് ഫൈനൈറ്റ് സെറ്റ്സ് ഈക്വൽ ആണോ എന്ന് അറിയാൻ ജസ്റ്റ് രണ്ട് സെറ്റ്സും നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതിയാൽ പെട്ടെന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇനി ഇൻഫിനിറ്റ് സെറ്റ്സിൻ്റെ കേസിലാണ് നമുക്ക് ഒന്ന് ആലോചിക്കേണ്ടി വരിക. നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. രണ്ട് ഇൻഫിനിറ്റ് സെറ്റ്സ്. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n വേർ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. എന്നാൽ സ്മോൾ n ഡിനോട്ട് ചെയ്യുന്നത് നാച്ചുറൽ നമ്പേഴ്സാണ് അർത്ഥം. ചോദ്യം ഇതാണ്, ഈസ് എ ഈക്വൽ ടു n? എ എന്നുള്ളത് നാച്ചുറൽ നമ്പേഴ്സ് ആണോ എന്ന്. ഓക്കെ, വി നോ ദാറ്റ് n എന്ന് പറയുന്നത് സെറ്റ് അല്ലേ, സെറ്റ് 1, 2, 3 എക്സെട്ര നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റ് അല്ലേ. ഇനി എ എന്നുള്ളത് നോക്കാം, 2 × 1 അല്ലേ. ഇവിടെ എന്നിൻ്റെ ഫസ്റ്റ് വാല്യൂ 1, അപ്പോൾ 2 × 1 2. എന്നിൻ്റെ സെക്കൻഡ് വാല്യൂ 2, അപ്പോൾ 2 × 2 4. അപ്പോൾ എയിലുള്ള സെക്കൻഡ് എലമെൻറ്റ് 4. അടുത്ത എന്നിൻ്റെ വാല്യൂ 3, അപ്പോൾ 2 × 3 6, 2, 4, 6. ഇവിടെ നോക്കിയാൽ തന്നെ അറിയാം രണ്ടിലും ഒരേ എലമെൻറ്റ്സ് ആണോ ഉള്ളത്? അല്ല. ഓക്കെ, എയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ എന്നിലുണ്ട്, പക്ഷേ എന്നിലുള്ള എലമെൻറ്റ്സ് ഒന്നും എല്ലാ എലമെൻറ്റ്സും എയിലില്ല. ഇതാ എന്നിൽ 1 ഉണ്ട്, പക്ഷേ എയിൽ 1 ഇല്ല. അപ്പോൾ ഇവിടെ എന്താണ്? എ എന്നിന് ഈക്വൽ അല്ല. ഓക്കെ, ഇനി മറ്റൊരു ഉദാഹരണം. ലെറ്റ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2n വേർ n ബിലോങ്സ് ടു ക്യൂ. വ്യത്യാസമുണ്ട്. നേരത്തെ n ഡിനോട്ട് ചെയ്തത് നാച്ചുറൽ നമ്പേഴ്സിനായിരുന്നു, ഇവിടെ n റാഷണൽ നമ്പേഴ്സ്. ക്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ഇരിക്കുക എന്താ n നാച്ചുറൽ നമ്പേഴ്സിനല്ലേ ഡിനോട്ട് ചെയ്യാമെന്ന്. വെറും സ്മോൾ n എഴുതിയിട്ട് ഒന്നും പറഞ്ഞില്ലെങ്കിൽ അത് നമുക്ക് എന്നാലും നാച്ചുറൽ നമ്പറായിട്ട് എടുക്കാം. മറിച്ച് ഇവിടെ n ബിലോങ്സ് ടു കൃത്യമായി പറഞ്ഞു, ബിലോങ്സ് ടു ക്യൂ എന്ന്. അപ്പം ഇവിടെ n റാഷണൽ നമ്പേഴ്സാണ്. ചോദ്യം ഇതാണ്, എ ക്യൂവിന് ഈക്വൽ ആണോ എന്ന്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ എ എന്നുള്ള സെറ്റ് ഏതാ? എല്ലാ റാഷണൽ നമ്പേഴ്സിനെയും അല്ലെങ്കിൽ ഓരോ റാഷണൽ നമ്പറിനെയും 2 കൊണ്ട് ഗുണിച്ചല്ലേ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് തോന്നും അല്ലാന്ന് തോന്നും. ഓക്കെ, പക്ഷേ അത് ഇവിടെ നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ അറിയാം എയിലും ക്യൂയിലും ഒരേ എലമെൻറ്റ്സ് ആണുള്ളത്. അതിലേക്ക് വരാം. ഓക്കെ, എനി എലമെൻറ്റ് ഇൻ ദ സെറ്റ് എ ഈസ് ഓഫ് ദ ഫോം 2n വേർ n ഈസ് എ റാഷണൽ നമ്പർ നേരത്തെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ജസ്റ്റ് എയിലുള്ള എലമെൻറ്റ്സ് ഒന്ന് എഴുതി വെക്കാം. എയിലുള്ള എലമെൻറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് n ഒരു 2/3. അപ്പം എയിലുള്ള എലമെൻറ്റ് എന്ത് വരും? 2 × 2/3, അത് 4/3. അത് പിന്നെ റാഷണൽ നമ്പറാണ്. ഓക്കെ, അപ്പോൾ 2 × 2/3 എന്ന് പറയുന്നത്
ക്യൂവിലും ഉണ്ട്. ഓക്കെ, അപ്പോൾ എയിലുള്ള ഒരു എലമെൻറ്റ് നമ്മൾ എടുത്തു, അത് എടുത്ത് നോക്കുമ്പോൾ ക്യൂവിലുണ്ട്. ഓക്കെ, അത് നമുക്ക് ജനറലായിട്ട് എങ്ങനെ പ്രൂവ് ചെയ്യാം? ഇത് നമ്മുടെ ഒരു എക്സാമ്പിളിനാണ് പറഞ്ഞത്. ജനറലായിട്ട് നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് പ്രൂവ് ചെയ്ത് നോക്കാം. അപ്പോൾ ലെറ്റ് എക്സ് ബി എനി എലമെൻറ്റ് ഇൻ ദ സെറ്റ് എ. എയിലൊരു ആർബിട്രറി എലമെൻറ്റ് എടുക്കുന്നു. എക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്തെടുത്തതല്ല, ഒരു ആർബിട്രറി എലമെൻറ്റ്. എയിലൊരു എക്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം എയിലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഏത് ഫോമിലാണ്? ഒരു 2 ഇൻറ്റു റാഷണൽ നമ്പറാണ്. അപ്പോൾ എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഒരു എൻ ഫോർ സം എൻ ബിലോങ്സ് ടു ക്യൂ. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, നമുക്കറിയാം റാഷണൽ നമ്പർ എന്ന് പറയുന്നത് പി ബൈ ക്യൂ ഫോമിലാണ്. അപ്പോൾ 2 ഇൻറ്റു പി ബൈ ക്യൂ, വേർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റീജേഴ്സ്. അതാണ് ഇവിടെ നൊട്ടേഷൻ ഉപയോഗിച്ചിട്ട് പി കോമ ക്യൂ ബിലോങ്സ് ടു സെറ്റ് എന്ന് എഴുതിയത്. മാത്രമല്ല ക്യൂ നോട്ട് ഈക്വൽ ടു 0. എന്താ 2 ഇൻറ്റു പി ബൈ ക്യൂ അല്ലേ? രണ്ട് ഫ്രാക്ഷൻസ് മൾട്ടിപ്ലൈ, ന്യൂമറേറ്റർ മൾട്ടിപ്ലൈയും ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈയും. അപ്പോൾ 2 ഇൻറ്റു പി, 2p ബൈ, ഇവിടെ ശരിക്കും 2 എന്ന് പറഞ്ഞാൽ 2/1 ആണ്. അപ്പോൾ 1 ഇൻറ്റു ക്യൂ. അപ്പോൾ 2p ബൈ ക്യൂ. പി ഒരു ഇൻറ്റീജർ ആണെങ്കിൽ നമുക്കറിയാം 2 ഇൻറ്റു പിയും 2 മറ്റൊരു ഇൻറ്റീജറാണ്. രണ്ട് ഇൻറ്റീജേഴ്സിൻ്റെ പ്രത്യേകത, രണ്ട് ഇൻറ്റീജേഴ്സ് മൾട്ടിപ്ലൈ ചെയ്താൽ ആൻസർ ഒരു ഇൻറ്റീജർ ആയിരിക്കും. അപ്പോൾ 2 ഇൻറ്റു പി എന്നുള്ളത് പിന്നെ ഒരു ഇൻറ്റീജറാണ്. അപ്പോൾ ഫൈനൽ ആൻസർ കിട്ടിയത് ഒരു ഇൻറ്റീജർ ബൈ ക്യൂ. ഓൾറെഡി ഒരു ഇൻറ്റീജറാണെന്ന് നമുക്കറിയാം. ഒരു ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ ഫോമാണ്. എന്നാൽ അത് ക്യൂവിലുണ്ട് അല്ലേ? എന്താ റാഷണൽ നമ്പേഴ്സ് പറഞ്ഞാൽ ഇൻറ്റീജർ ബൈ ഇൻറ്റീജർ ഫോമിലാണല്ലോ. മാത്രമല്ല ഡിനോമിനേറ്റർ 0 പാടില്ല. ഇല്ല, ക്യൂ 0 അല്ല. അപ്പോൾ നമ്മൾ എയിൽ ഒരു ആർബിട്രറി എലമെൻറ്റ് എക്സ് എടുത്തു. പക്ഷേ ആ എക്സ് നമുക്ക് എന്ത് കിട്ടി? ക്യൂവിലുണ്ടെന്ന് കിട്ടി. അപ്പോൾ അത് നമുക്ക് സിമ്പിൾ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാം. ഓക്കെ, മാത്സിൽ നമ്മൾ സിമ്പിൾ ഉപയോഗിച്ചാണ് കാര്യങ്ങൾ എഴുതുക. അതിങ്ങനെ എഴുതും: എക്സ് ബിലോങ്സ് ടു എ. ഈ ഒരു ചിഹ്നം എഴുതി ഇത് വായിക്കേണ്ടത് ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ബി. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആർബിട്രറി എലമെൻ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളൊരു സെലക്ട് ചെയ്തെടുത്തല്ല, ഒരു ജനറൽ എലമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്നാ? ഏത് എക്സ് എടുത്താലും അല്ലെങ്കിൽ ഏത് എലമെൻ്റ് എടുത്താലും അത് ക്യൂ ഉണ്ടെന്നല്ലേ? അല്ലേ? മീൻസ് ഓൾ എലമെൻറ്റ്സ് ഓഫ് ആർ ഓൾസോ എലമെൻറ്റ്സ് ഓഫ് ക്യൂ. അപ്പോൾ ഏലുള്ള എലമെൻറ്റ്സ് ഒക്കെ ക്യൂ ഉണ്ട്. അതാണല്ലോ അതിൻ്റെ അർത്ഥം. ഓക്കെ, ഏലുള്ള എലമെൻറ്റ്സ് ഒക്കെ ക്യൂ ഉണ്ട്. ഇനി നമ്മൾ തിരിച്ച് നോക്കുന്നു. ഇനി ചോദ്യം ഇതാണ്: ക്യൂവിൽ എലമെൻറ്റ്സ് ഒക്കെ ഏലുണ്ടോ എന്ന്. അപ്പം ഏൽ എലമെൻറ്റ്സ് ഒക്കെ ക്യൂവിലുണ്ട്, തിരിച്ച് ക്യൂവിൽ എലമെൻറ്റ്സ് ഒക്കെ ഏലുണ്ടെന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്നാ? ഏലും ക്യൂവിൽ ഒരു എലമെൻറ്റ്സ് ആണെന്നല്ലേ? അപ്പോൾ രണ്ട് സെറ്റ്സ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ട ഒരു മെത്തേഡാണത്. ആദ്യം നമ്മളൊരു ആർബിട്രറി എലമെൻറ്റ് ഒന്നാമത്തെ സെറ്റിലെടുക്കും, അത് രണ്ടാമത്തിലുണ്ടെന്ന് പ്രൂവ് ചെയ്യും. എന്നാൽ ഒന്നാമത്തിലെല്ലാം രണ്ടാമത്തിലുണ്ടെന്ന് അർത്ഥം. തിരിച്ച് രണ്ടാമത്തിലൊരു ആർബിട്രറി എലമെൻറ്റ് എടുക്കും, അത് ഒന്നാമത്തിലുണ്ടെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റിയാൽ അതിൻ്റെ അർത്ഥം എന്നാ? രണ്ടാമത്തെ സെറ്റിലെ എലമെൻറ്റ്സ് ഒക്കെ ഒന്നാമത്തിലുണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ടും ഒരേ എലമെൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ നോക്കാം ക്യൂവിൽ എലമെൻറ്റ്സ് ഒക്കെ ഏലുണ്ടോ എന്ന്. അപ്പോൾ ഏലുള്ള എലമെൻറ്റ്സ് ഒക്കെ കൊണ്ട് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ക്യൂവിൽ എലമെൻറ്റ്സ് ഒക്കെ ഏലുണ്ടോ എന്ന്. നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ക്യൂ എന്ന് പറഞ്ഞാൽ ഒരു റാഷണൽ നമ്പർ എടുത്തു. ഇപ്പം വെറുതെ റാൻഡമായിട്ട് 4/3. ഓക്കെ, 4/3 എന്നുള്ള റാഷണൽ നമ്പറാണ്. ചോദ്യം അത് ഏലുണ്ടോന്നോ? ഏലുള്ള എലമെൻറ്റ്സിൻ്റെ പ്രത്യേകത എന്താ? ഏലുള്ള എലമെൻറ്റ്സ് ഒക്കെ ഒരു 2 ഇൻറ്റു റാഷണൽ നമ്പർ ആയിരിക്കണ്ടേ? 4/3 നമുക്ക് 2 ഇൻറ്റു 2/3 എഴുതി കൂടെ? ഓക്കെ, ഇനി അല്ലെങ്കിൽ 5/7. അപ്പോൾ സംശയമാവും, അതിനെങ്ങനെയാണ് 5/7 ക്യൂവിലെടുത്തു, അത് ഏലുണ്ടോന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾ ഇരിക്കുമോ 5 എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു ഒരു നമ്പറും വരുന്നില്ലായിരുന്നു? വേണ്ട, നമുക്ക് 5/7 2 ഇൻറ്റു 5/14 എഴുതി കൂടെ? നിങ്ങൾ മനസ്സിൽ കണ്ടു നോക്കൂ. 2 ഇൻറ്റു 5/14, ആ 2 ഇൻറ്റു 5/7 അല്ലേ? അപ്പോൾ എന്നാൽ അത് ഏലുണ്ട്. ഏലുള്ള എലമെൻറ്റ്സ് ഒക്കെ 2 ഇൻറ്റു 5/14 റാഷണൽ നമ്പർ തന്നെയാണ്. അപ്പോൾ ഏലുള്ള ക്യൂവിലൊരു ആർബിട്രറി എലമെൻ്റ് എടുത്തു, ഏല് കിട്ടി. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരു എക്സാമ്പിളിന് ശരിയായതുകൊണ്ട് ജനറലായിട്ട് പറയാൻ പറ്റില്ല. അത് നമ്മൾ ജനറലായിട്ട് പ്രൂവ് ചെയ്യണം. അപ്പോൾ എക്സാമ്പിൾ നോക്കിയാൽ നമുക്കത് ശരിയാണെന്ന് കാണുന്നുണ്ട്. നോക്കാം. അപ്പോൾ ആദ്യം ക്യൂവിലൊരു എലമെൻറ്റ് എക്സ് എടുത്തു. അതിൻ്റെ അർത്ഥം എന്നാ? എക്സ് പി ബൈ ക്യൂ ഫോമിലാണ്. ക്യൂ എന്ന് പറഞ്ഞാൽ റാഷണൽ നമ്പേഴ്സിൻ്റെ സെറ്റ് അല്ലേ? വേർ പി ആൻഡ് ക്യൂ ആർ ഇൻറ്റീജേഴ്സ് ആൻഡ് ക്യൂ നോട്ട് ഈക്വൽ ടു 0. ചോദ്യം ഇതാണ്: ഇതിനെ നമുക്ക് ഏൽ എഴുതാം. ഈ എലമെൻറ്റ് ഏലും ഉണ്ടോ എന്ന്. ഏലുള്ള എലമെൻറ്റ്സ് 2 ഇൻറ്റു റാഷണൽ നമ്പറാണ്. അപ്പോൾ പി ബൈ ക്യൂനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 5/7 2 ഇൻറ്റു 5/14 എഴുതിയ പോലെ പി ബൈ ക്യൂനെ നമുക്ക് 2 ഇൻറ്റു p/2q എന്ന് എഴുതിയാൽ പോരെ? ഇതാ 2 2 ക്യാൻസൽ ചെയ്താൽ പി ബൈ ക്യൂ തന്നെ അല്ലേ? എന്തിനാ ഈ ഒരു ഫോർമാറ്റിൽ എഴുതിയേ? ഏൽ എലമെൻറ്റ്സ്, ഈ എലമെൻറ്റ് ഏലുണ്ടോ എന്നാണ് നമ്മളെ ചോദ്യം. അപ്പോൾ ഏലുള്ള എലമെൻറ്റ്സിൻ്റെ ഫോമിൽ എഴുതിയതാണ്. ഓക്കെ, p/2q എന്ന് പറയുന്നത് ഒരു ഇൻറ്റീജറാണ്. കാരണം ക്യൂ ഇൻറ്റീജറാണ്, 2q ഇൻറ്റീജറാണ്. അപ്പം p/2q എന്ന് പറയുന്നത് ഒരു റാഷണൽ നമ്പറാണ്. p/2q ഈസ് ആൻ ഇൻറ്റീജർ അല്ല, p/2q ഈസ് എ റാഷണൽ നമ്പർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഈക്വൽ എന്ത് കിട്ടി? 2 ഇൻറ്റു ഒരു n, വേർ n ബിലോങ്സ് ടു ക്യൂ. ഇത് ഈസ് ആൻ ഇൻറ്റീജർ എന്നല്ല, ഒന്ന് തിരുത്തി വായിക്കണേ. ഈസ് എ റാഷണൽ നമ്പർ. ഓക്കെ, അപ്പോൾ x ഈക്വൽ ടു 2n. ഓക്കെ, ഫോമിലായി എന്ന് പറഞ്ഞാൽ എക്സ് ഏലുണ്ട്. കാരണം ഏലുള്ള എലമെൻറ്റ്സ് എന്ന് പറയുന്നത് 2 ഇൻറ്റു ഒരു റാഷണൽ നമ്പർ ഫോമിലാണല്ലോ. അപ്പോൾ എന്താ കിട്ടിയ നമുക്ക് അവസാനം? എക്സ് ബിലോങ്സ് ടു ക്യൂ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സ് ഒരു ആർബിട്രറി എലമെൻ്റ് ആണ്. അപ്പം ക്യൂവിലുള്ള എലമെൻറ്റ്സ് എല്ലാം ഏലുണ്ടെന്നാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും ചേർത്ത് നമുക്കിങ്ങനെ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ക്യൂ എന്ന് കിട്ടി.
രണ്ടാമത് എക്സ് ബിലോങ്സ് ടു ക്യൂ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എ എന്ന് കിട്ടി. അതിൻ്റെ അർത്ഥം എന്നാൽ എയും ക്യൂ ഈക്വലാണ്. കാരണം എയിൽ എലവൻസ് ഒക്കെ ക്യൂലുണ്ട്, ക്യൂൽ എലവൻസ് ഒക്കെ എയിലുണ്ടെന്ന്. അതിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാലോചിച്ച് നോക്കൂ, എയും ക്യൂലും ഒരേ എലവൻസ് ആണ്. ഇനി ഈ ഒരു കാര്യം എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ക്യൂ ആൻഡ് എക്സ് ബിലോങ്സ് ടു ക്യൂ ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു എ എന്നുള്ളൊരു കാര്യം ഉണ്ടല്ലോ, അത് നമുക്ക് കമ്പൈൻ ചെയ്ത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ഇങ്ങനെ എഴുതാം. എക്സ് ബിലോങ്സ് ടു എ ഈ ഒരു ചിഹ്നം അങ്ങോട്ടും ഇങ്ങോട്ടും ഇടും, ഇംപ്ലൈസ് എക്സ് ബിലോങ്സ് ടു ക്യൂ. ഇത് വായിക്കേണ്ടത് എക്സ് ബിലോങ്സ് ടു എ ഇംപ്ലൈസ് ആൻഡ് ഇംപ്ലൈഡ് ബൈ, അല്ലെങ്കിൽ ഈഫ് ആൻഡ് ഓൺലി ഈഫ് എന്നും വയ്ക്കും. എക്സ് ബിലോങ്സ് ടു ക്യൂ. ഓക്കെ, അങ്ങനെ അങ്ങോട്ട് ശരിയാണ്. എക്സ് എയിലുണ്ടെങ്കിൽ എക്സ് ക്യൂലുണ്ട്, തിരിച്ചും ശരിയാണ്. എക്സ് ക്യൂലുണ്ട്, എക്സിൽ എയിലുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ എയും ക്യൂവും ഒരേ സെറ്റ്സ് ആണ്. പെട്ടെന്ന് നമ്മൾ ആലോചിക്കും ക്യൂൽ എലവൻസിനെല്ലാം 2 കൊണ്ട് ഗുണിച്ചാൽ അത് വേറൊരു സെറ്റാണ്, കൂടൂല്ല എന്ന്. പക്ഷേ കൂടൂല്ല, അല്ലെങ്കിൽ കുറയയില്ല, മറിച്ച് 2 ഈക്വലാണ്. കാരണം ആ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആ ഒരു ഇൻഫിനിറ്റിയാണ്. ഏത് 2 റാഷണൽ നമ്പർ എടുത്താലും അതിൻ്റെ ഇടയ്ക്ക് ഇൻഫിനിറ്റ് റാഷണൽ നമ്പേഴ്സ് ഉണ്ട്. ആ ഒരു പ്രത്യേകത കൊണ്ടാണ് ഇങ്ങനെ കിട്ടുന്നത്. നമ്മളൊരു എന്തായാലും 2 കൊണ്ട് ഗുണിക്കുമ്പോൾ അത് കൂടുകയോ കുറയോ ചെയ്യുമെന്ന്, അങ്ങനെ ഇല്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 2 സെറ്റ്സ് ഈക്വലാണെന്ന് പ്രൂവ് ചെയ്യുന്ന ഒരു രീതി. ഓക്കെ, ഇപ്പോൾ ഒരു അസൈൻമെൻറ്റ് സാർ തന്നിരുന്നു. ഈ ഒരു സെറ്റ് ഫൈനൈറ്റോ ഇൻഫിനിറ്റോ ആണെന്നാണ്. നിങ്ങൾ അതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ സാർ അതിനെക്കുറിച്ച് പറയും. എന്തായാലും എ എന്നുള്ള സെറ്റ് ഇതായിരുന്നു. സെറ്റ് ഓഫ് ഓൾ എക്സ് വെച്ചാൽ എക്സ് ബിലോങ്സ് ടു എൻ. എക്സ് ഒരു നാച്ചുറൽ നമ്പറാണ്. എന്താ ഈ എന്നുള്ള സെറ്റ് എലമെൻസിൻ്റെ പ്രത്യേകത? സം ഓഫ് ഡിജിറ്റ്സ് ഓഫ് എക്സ്. ഈ എക്സ് എന്നുള്ള ഡിജിറ്റിലുള്ള ഈ എക്സ് എന്നുള്ള നമ്പറിൻ്റെ ഉള്ള ഡിജിറ്റ്സ് ഉണ്ടല്ലോ, അതിൻ്റെ സമ്മും അതിലെ നമ്പർ ഓഫ് ഡിജിറ്റ്സും സെയിം ആയിരിക്കണം. ഇപ്പോൾ ഒരു 2 അക്ക സംഖ്യ എടുക്കാം. 2 അക്ക സംഖ്യ എന്ന് പറയുമ്പം അക്കങ്ങൾ തന്നെ 2 അല്ലേ, അപ്പോൾ അത് കൂട്ടിയ 2 ആയിരിക്കണം. അപ്പോൾ 11 എഴുതാം, 1 1 2, അക്കങ്ങൾ 2. 20 എഴുതാം, 2 0 2, അക്കങ്ങൾ 2. അപ്പോൾ ഒറ്റക്ക സംഖ്യ എന്ന് പറയുമ്പോൾ 1 മാത്രമേ വരൂ. ഇതുപോലെ 3 അക്ക സംഖ്യകളുണ്ടാവും, 4 അക്ക സംഖ്യകളുണ്ടാവും. ചോദ്യം അത് ഫൈനൈറ്റ് ആണോ ഇൻഫിനിറ്റ് ആണോ എന്ന്. ഓക്കെ, ഇതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കുക.